അതേസമയം ജി സുധാകരന് മറുപടിയുമായി CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും അമ്പലപ്പുഴ MLA H സലാമും രംഗത്തെത്തി. KPCC പരിപാടിയിൽ പങ്കെടുത്ത് സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന പ്രതികരണം ജി സുധാകരൻ നടത്തിയ ശേഷമാണ് സൈബർ ആക്രമണം തുടങ്ങിയതെന്ന് R നാസർ പറഞ്ഞു. സജി ചെറിയാനെതിരായ ജി സുധാകരന്റെ പ്രതികരണം ശരിയല്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു. ജി സുധാകരൻ സാവ് KPCCയുടെ ഒരു സാംസ്കാരിക സമിതിയിൽ അദ്ദേഹം പങ്കെടുത്തു. ആ യോഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം നമ്മുടെ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ദുർബലപ്പെടുത്തുന്ന രൂപത്തിൽ മോശപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഒരു പാർട്ടി മെമ്പറായി ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനൊരു പ്രതികരണം അദ്ദേഹം നടത്താൻ പാടില്ലാത്തതാണ്. അപ്പോൾ ആ പ്രതികരണം വന്നതിന് ശേഷമാണ്, പ്രതികരണത്തെ തുടർന്നാണ് വളരെ മോശപ്പെട്ട രൂപത്തിൽ സഖാവിനെ മോശപ്പെടുത്തിക്കൊണ്ട് സഖാക്കളല്ലാത്തവരുമൊക്കെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ചില പ്രതികരണം നടത്തുന്നതാണ്. ജി സുധാകരന്റെ ഓരോ പ്രസ്താവനയ്ക്കും വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്നാണ് H സലാമിന്റെ മറുപടി. ജി സുധാകരൻ ബഹളമുണ്ടാക്കുന്നത് എന്തിനെന്ന് ജനം മനസ്സിലാക്കട്ടെ. ഒരാൾ എന്തെങ്കിലും പറയുന്നതല്ല പാർട്ടിയെന്നും H സലാമിന്റെ മറുപടി. അദ്ദേഹം പാർട്ടിയുമായിട്ട് പൂർണ്ണമായിട്ട് ചേർന്ന് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു സെന്റൻസ് പറഞ്ഞു. ആ പറഞ്ഞതിനകത്ത് പിന്നെ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. വ്യക്തിപരമായി പോലും പരാമർശിക്കുന്ന ഒരു രൂപത്തിൽ അദ്ദേഹത്തിനെതിരായി സംസാരിക്കാൻ ശ്രീ ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന ഒരാളോട് ഞങ്ങളാരും അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം വളരെ ജൂനിയറായ നേതാക്കന്മാരാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിയുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പേര് പറയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്ക് തോന്നും അമ്പലപ്പുഴ ജനപ്രതിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന മട്ടിലാണ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, പാർട്ടിയും സുധാകരനും രണ്ടു തട്ടിൽ നേർക്കുനേർ മുഖാമുഖം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ആ അഭിപ്രായ ഭിന്നത കുറെ കൂടി പ്രകടമായ ദിവസമാണ് ഇന്നല്ലേ? നേരത്തെ ജി സുധാകരൻ ചില പരാമർശങ്ങൾ നടത്തും, അതിന് പരോക്ഷമായി പാർട്ടിയുടെ നേതാക്കൾ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തും, ബാക്കിയൊക്കെ സമൂഹ മാധ്യമങ്ങളിലായിരുന്നു യുദ്ധം. ഇപ്പോഴത് പാർട്ടിയും സുധാകരനും രണ്ടു തട്ടിൽ നേർക്കുനേർ മുഖാമുഖം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇന്നെത്തി. അങ്ങനെ വേണം നമ്മൾ കരുതാൻ, അല്ലേ? വിജയകുമാർ, പലതരത്തിൽ പാർട്ടിയും സുധാകരനും തമ്മിലുള്ള തർക്കങ്ങൾ കുറേ നാളുകളായി നിലനിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ ആധാരം സൈബർ ആക്രമണവും ഒപ്പം പല പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടിയിൽ നടക്കും ജി സുധാകരനെ മാറ്റി നിർത്തുന്നു എന്നുള്ള ആരോപണവുമൊക്കെയാണ്. എന്തായാലും അത് ഇന്ന് വലിയ രീതിയിലേക്കുള്ള ഒരു പൊട്ടിത്തെറിച്ചുള്ള പ്രതികരണത്തിലേക്ക് ജി സുധാകരനെ കൊണ്ടുപോയി. സജി ചെറിയാനും AK ബാലനും അടക്കമുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ ജി സുധാകരനെ പോലെ അവരെക്കാൾ മുതിർന്നൊരു നേതാവ് വലിയ അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. സജി ചെറിയാനെ വ്യക്തിപരമായി പോലും കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പ്രതികരണങ്ങൾ പോയി എന്നുള്ളതാണ് പരാതി. നിലവിൽ എന്തായാലും ഈ തർക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഒരു അനുനയ നീക്കത്തിന് കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി തയ്യാറെടുക്കുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടും എന്നുള്ളതാണ്, തെറ്റിദ്ധാരണകൾ തിരുത്തുമെന്നുള്ളതാണ് R നാസർ ജില്ലാ സെക്രട്ടറി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതേസമയം ഈ പ്രശ്നങ്ങളിലേക്ക് കടന്നത്, രൂക്ഷമായ സൈബർ ആക്രമണത്തിലേക്ക് കടന്നത് KPCC സാംസ്കാരിക സമിതിയുടെ വേദിയിൽ ജി സുധാകരൻ നടത്തിയ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടതായിരുന്നു. എല്ലാത്തിലും നമ്പർ 1 ആണ് എന്ന് പറയുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിലും സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയ കേസിലും നമ്പർ 1 ആണ് എന്നുള്ളതായിരുന്നു അന്ന് ജി സുധാകരൻ UDFിൻ്റെ വേദിയിൽ നടത്തിയ പ്രസ്താവന. അത് വീണ്ടും വലിയ വിവാദമാവുകയും അതിന് പിന്നാലെ CPM സഖാക്കൾ തന്നെ ജി സുധാകരനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അത് പിന്നീട് ആ സ്ഥാനത്തിരുന്ന ഒരു പാർട്ടിയുടെ അംഗമെന്ന നിലയിൽ, പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ആ പ്രതികരണം പാടില്ലായിരുന്നു എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയുടെ നിലവിലത്തെ നിലപാട്. എന്തായാലും ഈ വിഷയങ്ങളിൽ കർശനമായ നടപടി അല്ലെങ്കിൽ പോകുമോ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് ഘടകങ്ങൾ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ഈ പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വരികയാണ് CPM ജില്ലാ കമ്മിറ്റി. ഒരു അനുനയ ശ്രമം എന്നുകൂടി പറയാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ അവർ പരിഗണിക്കുന്നുണ്ട്. വിജയകുമാർ, അനുനയത്തിന് സാധ്യതയുണ്ടോ എന്ന് CPMന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. ജി സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂക്ഷിച്ച് പ്രതികരിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് സജി ചെറിയാനും സെക്രട്ടേറിയറ്റ് അംഗത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കണ്ടു. അനുനയം ഇനി സാധ്യമാണോ എന്നതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിക്കും. അത്തരത്തിലുള്ള സാധ്യത തേടുന്നുണ്ട് എന്നത് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.